കർണാടകയിലെ ഹാസനിൽ ഞെട്ടിക്കുന്ന ക്രൂരത. കൃഷിയിടത്തിൽ അടിമവേല ചെയ്തിരുന്ന മലയാളികൾ ഉൾപ്പെടെ 18 പേരെ കർണാടക പോലീസ് രക്ഷപ്പെടുത്തി. കൂലിയും കൃത്യമായി ഭക്ഷണവും നൽകാതെയായിരുന്നു പീഡനം. 1 വർഷം അടിമപ്പണി ചെയ്യേണ്ടി വന്നുവെന്ന് രക്ഷപ്പെട്ട കാസർഗോഡ് പുത്തിക സ്വദേശി ഉദയകുമാർ പറഞ്ഞു. ഹാസൻ ജില്ലയിലെ ചട്ടനഹള്ളി ഗ്രാമത്തിലായിരുന്നു ക്രൂരമായ തൊഴിൽ പീഡനം. കർണാടക ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലെ 18 പേർ, അതിൽ 2 പേർ മലയാളികൾ. കൃഷിപ്പണിക്കായി 1 വർഷം മുമ്പാണ് കാസർഗോഡ് പുത്തിക സ്വദേശി ഉദയകുമാർ ഹാസനിലെത്തിയത്. ദിവസേന 700 രൂപയും ഭക്ഷണവും നൽകുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ 1 പൈസ പോലും കൂലി നൽകിയില്ല. പണി സമയത്ത് കുടിവെള്ളവുമില്ല, കൃത്യമായി ഭക്ഷണവുമില്ല. താമസസ്ഥലത്താണെങ്കിൽ കാവലിന് ഗുണ്ടകളും. ഭക്ഷണമില്ല, സംഘത്തിലുണ്ടായിരുന്ന കർണാടക സ്വദേശി താമസസ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട് പോലീസിൽ പരാതി നൽകിയതാണ് വഴിത്തിരിവായത്. പോലീസും കർണാടക റവന്യൂ വിഭാഗവും സ്ഥലത്തെത്തി എല്ലാ തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി. തുടർന്ന് സുരക്ഷിതമായി നാടുകളിലെത്തിച്ചു. അടിമപ്പണി ചെയ്യിപ്പിച്ച നാഗരാജ്, മോഹനേഷ് എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു. റിപ്പോർട്ടർ, കാസർഗോഡ്.